നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, സഭ ആരംഭിച്ചു കഴിഞ്ഞു. സഭയ്ക്കകത്ത് എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഈ 71 അംഗങ്ങൾ പുതുതായി വന്ന MLA-മാർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ സഭയുടെ ഡെക്കോറം കീപ്പ് ചെയ്യാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അത് നിങ്ങൾ ഏതായാലും പഠിച്ചേ പറ്റൂ, അറിഞ്ഞേ പറ്റൂ എന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുകയാണ്. മാത്രവുമല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വളരെ വ്യക്തമായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത പോലെ തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ എല്ലാ ഭരണപക്ഷവും പ്രതിപക്ഷം രണ്ട് പക്ഷക്കാർക്കും ഒരുപോലെ തന്നെ വളരെ പ്രിയങ്കരനായ ഒരു രാഷ്ട്രീയ നേതാവാണ് തിരുവഞ്ചൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സഭാ ഡെക്കോറത്തിൽ നിന്നും അല്ലെങ്കിൽ സഭാ നിയമത്തിൽ നിന്നും ഇട വ്യത്യാസമില്ലാതെ തന്നെയാണ് പെരുമാറുന്നതെന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല, പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഒരു വേർതിരിവില്ലാതെ എല്ലാവർക്കും സംസാരിക്കാനുള്ള സമയം കൊടുക്കുകയും അവസരം കൊടുക്കുന്ന രീതിയാണ് കാണാൻ സാധിച്ചത്. ഇവിടെ മുഖ്യമന്ത്രിയോട് പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം എതിർത്ത് സംസാരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്നുമല്ല, ഇത് ഇന്ന് ധവളപത്രം വെക്കുമ്പോൾ അത് വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബാലഗോപാൽ, മുൻ ധനകാര്യ മന്ത്രി കൂടിയായ ബാലഗോപാൽ ഒരു പെറ്റീഷൻ സമർപ്പിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇത് ധവളപത്രം മേശപ്പുറത്ത് വെക്കാൻ പോകുന്ന ആ സാഹചര്യത്തിൽ, ആ ഘട്ടത്തിൽ തിരുവഞ്ചൂർ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പേപ്പർ വന്നിട്ടുണ്ട്, ആ പേപ്പർ എന്തായാലും താങ്കൾ മറുപടി കൊടുത്തേ മതിയാകൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ചോദിക്കുന്നുണ്ട്, അങ്ങ് വിളിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിവിടെ അവതരിപ്പിക്കണമോ വേണ്ടയോ, എന്താണ് അങ്ങ് പറയുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ തന്നെ ധവളപത്രം മേശപ്പുറത്ത് വെക്കുകയും പ്രതിപക്ഷം കൈയടിക്കുകയും ഭരണപക്ഷം കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം ബാലഗോപാലിന് പറയാനുള്ള അവസരവും അദ്ദേഹം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ആ നിയമസഭയ്ക്കകത്ത് നടന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയെന്ന് കേൾക്കാം. ചെയ്യുന്നതിനെയാണോ അങ്ങ് ഒപ്പോസ് ചെയ്യുന്നത്? സാർ, അതിൽ 303 അനുസരിച്ച് ഒരു വിയോജനക്കുറിപ്പ്, ഒരു കുറിപ്പ് ബഹുമാനപ്പെട്ട ശ്രീ KN ബാലഗോപാൽ തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി ആദ്യം കമന്റ് അതല്ലേ ലേ ചെയ്യാനായിട്ട് അങ്ങ് ലേ ചെയ്യുക. ലേ ചെയ്തതിന് ശേഷം ഒരു വിയോജനക്കുറിപ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ലേ ചെയ്യട്ടെ, സഭയുടെ പ്രോപ്പർട്ടി ആകട്ടെ. കേൾക്കോ സാർ? കാര്യവിവര പട്ടികയിലെ ഇനം 2 പ്രകാരമുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. സാർ, ഇനി അങ്ങേക്കുള്ള ഒബ്ജക്ഷൻ പറഞ്ഞോളൂ. വേണ്ടത് സാർ, ഇതിനകത്ത് ഞാൻ പറയാനുള്ളത് പറയാം. സാർ, ഇതിനകത്ത് ഒരു ധവളപത്രം വെക്കുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്, ഞങ്ങളും അംഗീകരിക്കുന്നു. ധവളപത്രം കൃത്യമായിട്ട് വന്നാൽ എല്ലാ കാര്യങ്ങളും വരും. ധവളപത്രത്തിനകത്ത് വരുന്നതിന് ഒരു കാര്യവും നമുക്ക് പേടിയില്ല, വിഷമമില്ല എന്ന് മാത്രമല്ല, നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറി സത്യം പുറത്തു വരുന്നത് നല്ലതാണ്. സാർ, ആ ധവളപത്രം വെക്കുമ്പോൾ അതിനകത്ത് ചില പ്രൊപ്പറേറ്റി ഉണ്ട്. സാർ, ഇതിനകത്ത് കമ്മിറ്റിക്കകത്ത് വെച്ചേക്കുന്ന ആളുകളെ പറ്റി പത്രത്തിൽ വായിച്ചു. അവരെ പറ്റിയും എനിക്ക് വ്യക്തിപരമായി നല്ല ബഹുമാനമുള്ള ആളുകളാണ്. സാർ, വളരെ നല്ല അക്കാഡമിക് അല്ലെങ്കിൽ ഈ രംഗത്ത് ഭരണപരിചയമുള്ള ആളുകളാണ്. സാർ, ഇവിടുത്തെ പ്രശ്നം, നമ്മൾ സാധാരണ ധനകാര്യ വകുപ്പിന്റെ ഒരു ധവളപത്രം അവതരിപ്പിക്കുമ്പോൾ ഗവൺമെന്റ് ഡോക്യുമെന്റ് എല്ലാം നോക്കിയിട്ടാണ് സാർ വെക്കേണ്ടത്. നിങ്ങൾക്ക് നോട്ടീസ് തന്നതിനകത്ത് ആ വിശദമായ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ സാർ അതിനെ സംബന്ധിച്ച് ഈ ക്രമപ്രശ്നം ഉന്നയിക്കുന്ന ആൾ അത് ഉന്നയിക്കുകയും ബന്ധപ്പെട്ട മന്ത്രി, ഇവിടെ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം പറയുകയും അത് സംബന്ധിച്ച് റൂളിംഗ് ചെയർ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് എത്രയോ കാലമായി, ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ സഭയിൽ എത്രയോ കാര്യങ്ങൾ കണ്ടത് അങ്ങനെയാണ്. സാർ, സാറ് ഏറ്റവും സജീവമായ ഒരു മെമ്പറായിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ്. അതായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ ബഹളത്തിനിടയിൽ ലേ ചെയ്തിട്ട് കൈയടിച്ചതിന്റെ കാര്യമില്ല. ഇവിടെ പിന്നെ ഞങ്ങൾ എന്തായാലും നിങ്ങൾ വെക്കും, പിന്നെ ഇത് ചർച്ച ചെയ്യും, അതിനല്ല തർക്കം, വെക്കുന്നതിന്റെ അല്ല. പക്ഷെ അതിനൊരു നിയമസഭയ്ക്കകത്തൊക്കെ ഒരു പ്രൊപ്പറേറ്റി ഉണ്ട്, ഒരു നിയമപരമായ കാര്യമുണ്ട്. ചെയറാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സാർ ഇവിടുത്തെ പ്രശ്നം എന്താ, ഇങ്ങനെ ഒരു 3 പേരുടെ കമ്മിറ്റി വരുമ്പോൾ ഫിനാൻസിന്റെ കാര്യത്തിനകത്ത് ഫിനാൻസിന്റെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ നോക്കിയാലേ ധവളപത്രം തയ്യാറാക്കാൻ പറ്റൂ. സാർ, ധവളപത്രം സാധാരണ തയ്യാറാക്കുമ്പോൾ ധവളപത്രം ആദ്യം ബ്രിട്ടീഷുകാരാണല്ലോ തുടങ്ങിയത്. അവിടുത്തെ ഗവൺമെന്റ് ഡോക്യുമെന്റ് ഇന്നിപ്പോ പ്രൈവറ്റ് മേഖലയിലുണ്ട്. സാർ, ഓഡിറ്റഡ് അക്കൗണ്ട്, ഓഡിറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റ് ചെയ്യാനുള്ള അവകാശം നമ്മുടെ സർക്കാരിൽ ആർക്കാ അവകാശം? AGക്കേ ഉള്ളൂ, C&AG ആണ്. സാർ, ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസിയെ വെച്ചിട്ട് നമുക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഓഡിറ്റ് ഓർഗനൈസേഷൻസിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നും ഇത് പ്രിപ്പയർ ചെയ്യുന്നതും ധവളപത്രം ഇറക്കുന്നതും. സാർ, ഇവിടെ 2011 UDF അന്ന് ഇറക്കിയ വൈറ്റ് പേപ്പറിന്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. അന്ന് അങ്ങ് ഈ സഭയിൽ അംഗമാണ്. സാർ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് തയ്യാറാക്കിയത്. ഫിനാൻസിനകത്ത് ഫിനാൻസ് മിനിസ്റ്റർക്ക് അറിയാം, ഡെയിലി
നമ്മുടെ ഫിനാൻസിന്റെ ഫ്ലോയും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും പ്രൊജക്ഷനും ഒക്കെ ധനകാര്യമന്ത്രി കാണും, ധനാഢ്യ സെക്രട്ടറി കാണും, വളരെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ കാണും. സാർ, ഇത്തരം കാര്യങ്ങളനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഇവിടെ വലിയ ബഹളം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ കൊടുക്കും എന്ന് ധനകാര്യമന്ത്രി സഭയിൽ പറയുന്നത് ഈ രഹസ്യ ഡോക്യുമെന്റ് അതൊരു സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ് അറിയുന്നത് കൊണ്ടാണ്. ഞങ്ങൾക്ക് അതിനൊരു പ്ലാനിങ് കാണും, ഇപ്പോഴും പ്ലാനിങ് കാണും. സാർ, ഈ ഡോക്യുമെന്റ് എല്ലായിടത്തും പുറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക രഹസ്യ രേഖകൾ ആർക്കും കൊടുക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ് സാർ. അങ്ങനെ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്രമപ്രശ്നമല്ലേ? ഔദ്യോഗിക രഹസ്യ രേഖകൾ നിങ്ങളൊരു പ്രൈവറ്റ് ചാർട്ടേഡ് അക്കൗണ്ടിനെയോ വലിയ കമ്പനികളെ പോലും ഏൽപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം അങ്ങനെ കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നു, ഇതിനകത്ത് വെച്ചേക്കുന്ന അംഗങ്ങളെ സംബന്ധിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് അടിയോരായിട്ട് പറയണം. ആളുകളുടെ വ്യക്തിത്വത്തെ പറ്റി ചോദ്യം ചെയ്തില്ല, ഇന്റഗ്രിറ്റിയെ പറ്റി ചോദ്യം ചെയ്തില്ല. സാർ, നാളെ ഇതൊരു പ്രീസിഡന്റ് ആയിട്ട് എടുത്ത് ആരേലും 3 പേരെ കൊണ്ടുവന്നിട്ട് ഒരു ഡോക്യുമെന്റ് വെക്കാം, ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആക്കാം. പിന്നെ ഇപ്പൊ ഇവർക്ക് കൊടുത്തേക്കുന്ന കാര്യം തന്നെ മൊത്തം അവർക്ക് കിട്ടുന്ന വെച്ചല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. കൊടുത്തത് കറക്റ്റ് അല്ലെങ്കിൽ അത് വെച്ച് വരുന്ന ഡോക്യുമെന്റും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആവാം. സാറെ, പൊളിറ്റിക്കലായി ഉപയോഗിക്കാനല്ല വൈറ്റ് പേപ്പർ. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് അല്ലെങ്കിൽ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം ഇവിടെ ലീഡർഷിപ്പ് എടുത്ത് ചെയ്തതുപോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് വെക്കുന്ന കാര്യം ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് സാർ. 2016 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറക്കിയത് പിന്നെ ധവളപത്രമാണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റാണ് സാർ. ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഔദ്യോഗികമായി ഇറക്കാതെ പുറത്തുനിന്നുള്ള 2-3 ആരായാലും അങ്ങനെ വെക്കുന്ന കാര്യം ശരിയാവുമോ എന്നുള്ളതാണ് സാർ ഒരു പ്രധാന പ്രശ്നം. പിന്നെ ധവളപത്രത്തിനകത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് നോക്കിയിട്ട് പറയാം സാർ. ധവളപത്രം ഇറക്കുന്നതിനകത്തോ കാര്യം വരുന്നതിനകത്തോളം തർക്കമല്ല. നാളെ ഇതൊരു പ്രീസിഡന്റ് ആയിട്ട് എടുത്തിട്ട് ആർക്കും ഇങ്ങനെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക രേഖ, സാർ രേഖകൾ എന്ന് പറഞ്ഞാൽ വളരെ സീക്രട്ടാണ്. നമ്മൾ എങ്ങനെയായിരിക്കും ഈ മാസം, അടുത്ത മാസം, അതിനടുത്ത മാസത്തെ ഫിനാൻസ് എന്ന് അറിയുന്നത് വളരെ കുറച്ച് ആൾക്കാർ അറിയാവോ. അറിയുന്നവരല്ലെങ്കിൽ സാർ നമ്മുടെ സംസ്ഥാനത്തിന്റെ അത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റിയെ മൊത്തം തകിടം മറിക്കാൻ പറ്റും ആ രഹസ്യം പുറത്തു പോയാൽ. അങ്ങനെ രഹസ്യം പുറത്തേക്ക് കൊടുത്തിട്ട് ഒരു ധവളപത്രം ഇറക്കുന്നത് ശരിയല്ല. ഡിപ്പാർട്ട്മെന്റിനകത്ത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് വേണം. സീക്രട്ട് സെക്ഷൻ പോലെയുള്ള സെക്ഷനുകൾ എന്തിനാ സാർ അവിടെ? AGക്ക് പോലും നമ്മൾ പൊതുവിൽ അത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാലേ സാർ കൊടുക്കൂ. AGക്ക് പോലും കൊടുക്കാത്ത കണക്ക് പുറത്തെടുത്തിട്ട് കൊടുത്തിട്ടാണോ തയ്യാറാക്കുന്നതെങ്കിൽ അത് അത്ര ശരിയായ ഒരു കാര്യമല്ല. അതൊരു ഭരണഘടനാ ലംഘനമാണ്, സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഈ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഒരു വർഷത്തേക്ക് 2 ലക്ഷമോ 2.25 ലക്ഷമോ കോടി കൈകാര്യം ചെയ്യാനുള്ള ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന സർക്കാർ, എക്സ്ചക്കർ ഏൽപ്പിച്ചിരിക്കുന്ന സർക്കാർ, അതിന്റെ ധനകാര്യമന്ത്രി, വകുപ്പ് ഈ കാര്യങ്ങൾ രഹസ്യമായി കൈകാര്യം ചെയ്യുന്നതിന് പകരം ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ വിശ്വാസത്തിലെടുക്കുന്നതിന് പകരം പരസ്യമായിട്ടല്ല ചെയ്യേണ്ടത്. ഇന്റഗ്രിറ്റി ഓഫ് ദ ഓഫീസേഴ്സ്, ഐ എം നോട്ട് ദ പർട്ടിക്കുലർ പീപ്പിൾ, ഞാനത് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. പക്ഷേ ഇതൊരു പ്രസിഡന്റ് ആണ്. ആ പ്രസിഡന്റ് ഒക്കെ നാളെ ആരെയും കൊണ്ടുവന്ന് ചെയ്യിക്കാം, അത് ചെയ്യാൻ പാടില്ല. അതൊരു പ്രശ്നമാണ്, അതൊരു ഭരണഘടനാ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊപ്പറേറ്ററുടെ പ്രശ്നമാണ്, സഭയുടെ അവകാശത്തിന് നമ്മുടെ നിയമത്തിന്റെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. അതുകൊണ്ടാണ് സാർ ആ ഒബ്ജക്ഷൻ പറയുന്നത്. അതിനെ സംബന്ധിച്ച് റൂളിംഗ് വേണം. ഗവൺമെന്റ് ലേ എന്ന് പറഞ്ഞാലും റൂളിംഗ് വേണം സാർ. ഇത് നാളെ ഒരു ചരിത്രമായി കൂടാ.